എവരിവൺ. എന്നോട് കുറേ പേര് കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് ദുബായിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം. ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത് പറഞ്ഞുതരാം. ഞാൻ അന്ന് എക്സാം എഴുതിയത് 4 ഇയർ ബാക്കാണ് കേട്ടോ. ഞാൻ ആ ടൈമിലുള്ള കാര്യങ്ങളും ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ്, ദുബായിൽ നമുക്കൊരു നേഴ്സായിട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് വേണ്ട കാര്യമാണ് DHA ലൈസൻസ്. ഈ DHA ലൈസൻസ് എന്ന് പറയുന്നത് DHA എക്സാം എഴുതി പാസ്സായി ഡാറ്റ ഫ്ലോ കമ്പയർ ചെയ്ത് നമുക്ക് കിട്ടുന്ന കാര്യമാണ് DHA ലൈസൻസ്. ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത് ട്രിവാൻഡ്രത്ത് നിന്നായിരുന്നു കേട്ടോ. കേരളത്തിൽ എൻ്റെ അറിവിൽ ട്രിവാൻഡ്രത്ത് മാത്രമേ എക്സാം സെൻറ്റർ ഉള്ളൂ. പിന്നെ ബാംഗ്ലൂരാണ് അടുത്തൊരു സെൻറ്റർ എനിക്കറിയുന്നത്. ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത് ട്രിവാൻഡ്രത്ത് നിന്നായിരുന്നു. എക്സാം എഴുതി 2 to 3 days ആണ് അവർ റിസൾട്ട് പറഞ്ഞത്. എൻ്റെ റിസൾട്ട് 2 days ആയപ്പോഴേക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. റിസൾട്ട് കിട്ടി പാസ്സായതിനു ശേഷമാണ് ഞാൻ ഡാറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്തത്. DHA ലൈസൻസിൽ നമുക്ക് ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഡാറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് എക്സാമിന് കൊടുക്കാം. എക്സാം എഴുതി പാസ്സായതിനു ശേഷം വേണേൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് 2 രീതിയിലും DHA ചെയ്യാം. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എക്സാം എഴുതി പാസ്സായ ശേഷമാണ് ഡാറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ നാട്ടിൽ നിന്ന് ഡാറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്ത് ദുബായിലേക്ക് വിസിറ്റിംഗ് വിസ എടുത്ത് കയറി വരികയാണ് ചെയ്തത്. നമുക്ക് വേണേൽ ഡാറ്റ ഫ്ലോയും കൂടെ വെയിറ്റ് ചെയ്തെല്ലാം സെറ്റായി ലൈസൻസിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡി ആക്കിയതിന് ശേഷം വരികയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. എൻ്റെ ഹസ്ബൻഡ് ദുബായിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നിൽക്കാതെ പെട്ടെന്ന് ദുബായിലേക്ക് കയറി വരാനുള്ള പ്ലാനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡാറ്റ ഫ്ലോയ്ക്ക് ടൈം പറയുന്നത് 2 months ആണ്. ചിലപ്പോൾ അതിൻ്റെ ഏർലി നടക്കാം, ചിലപ്പോൾ അതിന് കൂടുതൽ ടൈം എടുക്കാം. ഡാറ്റ ഫ്ലോ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എവിടെ വർക്ക് ചെയ്തു, എവിടെയാണ് കോളേജ് പഠിച്ചത്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഡാറ്റ ഫ്ലോൻ്റെ ടൈമിങ്. കാരണം നമ്മൾ ഈ ജോലി ചെയ്ത സ്ഥലത്തെല്ലാം എൻക്വയറി പോകും. അവിടെ നിന്നെല്ലാം റിപ്ലൈ മെയിൽ വരുന്നതിൻ്റെ ടൈം ഡ്യൂറേഷൻ അനുസരിച്ചായിരിക്കും ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ആവുന്നത്. സോ നമ്മൾ എക്സ്പീരിയൻസ് ആഡ് ചെയ്യുന്ന ടൈമിൽ റിപ്ലൈ മെയിൽ കൊടുക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ വെച്ചിട്ട് ഡാറ്റ ഫ്ലോയ്ക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. ഡാറ്റ ഫ്ലോയ്ക്ക് നമുക്കിതിൻ്റെ കൂടെ വേണ്ട ഒരു സംഭവമാണ് ഈ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്. ഞാൻ കേരളത്തിൽ പഠിച്ചതുകൊണ്ട് തന്നെ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കേരള നഴ്സിംഗ് കൗൺസിലാണ് ട്രിവാൻഡ്രത്തുള്ള. അതിന് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനന്ന് അപ്ലൈ ചെയ്തത് കേരളത്തിലുള്ള ഒരു ഇൻ്റർനെറ്റ് കഫേന്ന് KNMCക്ക് ഒരു റിട്ടൺ ആയിട്ടുള്ള അപ്ലിക്കേഷൻ ഫോമിൽ എഴുതിയിട്ട് നഴ്സിംഗ് ഇങ്ങനെ ദുബായിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ചെയ്തിട്ട് ഒരു സ്പീഡ് പോസ്റ്റ് അയക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ കൂടെ നമ്മൾ ചലാൻ അടച്ച ഒരു ബില്ലും കൂടി ആഡ് ചെയ്യണം. ഞാൻ SBIയിൽ നിന്ന് ചലാൻ അടച്ചിട്ട് അതിൻ്റെ ഒരു റെസിപ്റ്റും കൂടെ വെച്ചിട്ടായിരുന്നു ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്ത് ഓൾമോസ്റ്റ് 1 monthനുള്ളിൽ നമുക്ക് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടണം. അതല്ലെങ്കിൽ അവിടുന്ന് ഡിലേ ഉണ്ടാവും. ഒരുപാട് അപ്ലിക്കേഷൻ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് പെട്ടെന്ന് അത് കിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് കിട്ടാൻ ഒരുപാട് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ എൻ്റെ ഒരു കസിനെ വെച്ച് അതിന് എൻക്വയറി ഒക്കെ നടത്തിയിട്ടാണ് എനിക്ക് സംഭവം കിട്ടിയത്. അതുപോലെ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിനും ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റിന് ഡിലേ വന്നിട്ടുണ്ട്. അത് നമുക്കൊരു സെപ്പറേറ്റ് ടൈമിംഗ് പറയാൻ പറ്റില്ല എത്ര ടൈം കൊണ്ട് കിട്ടുന്നത്. അത് ട്രിവാൻഡ്രത്ത് നിന്ന് അവർ അയക്കുന്നത് പോലെ ഇരിക്കും. എനിക്കത് ഒരു 1 monthന്റെ മേലെ എടുത്തിട്ടുണ്ട് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് എൻ്റെ കൈ കിട്ടാനായിട്ട്. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യം ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത്രയും ടൈം നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും. DHA എക്സാം എഴുതി പാസ്സായി ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റായി ഡാറ്റ ഫ്ലോയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദുബായിൽ വർക്ക് ചെയ്യാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് DHA എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ആവാന്നുള്ളതാണ്. സെൽഫ് സ്റ്റഡീസ് ധൈര്യമുള്ളവർക്ക് സെൽഫ് സ്റ്റഡീസ് ഫോളോ ചെയ്യുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി വഴി നന്നായിട്ട് കോഴ്സ് എടുത്തിട്ട് എക്സാം എഴുതുന്നതായിരിക്കും നല്ലത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ DHA എക്സാം അത്ര എളുപ്പമല്ല, കുറച്ച് ടഫ് തന്നെയാണ്. പക്ഷെ ഞാൻ സെൽഫ് സ്റ്റഡി ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ഞാൻ അത്ര കോൺഫിഡൻറ്റോടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ ടൈമിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഡ്യൂട്ടി ടൈമിംഗ് ഒക്കെ എനിക്ക് പഠിക്കാൻ ടൈം കിട്ടുന്ന ആ ഒരു ടൈമിംഗ് ആയിരുന്നു. പിന്നെ വീട്ടിലും എൻ്റെ മാരേജ് കഴിഞ്ഞ ശേഷമാണ് ഞാനിത് പഠിച്ചത്. വീട്ടിലും നല്ല കോപ്പറേറ്റീവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നന്നായി പഠിക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം മേലെ എനിക്ക് നല്ല സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് ഒരു ഏജൻസി വഴി അവൾ കോച്ചിങ് എടുക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. സോ സെൽഫ് സ്റ്റഡീസ് ഫോളോ ചെയ്തിട്ട് സെൽഫ് സ്റ്റഡീസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് കോച്ചിങ് എടുക്കുന്നതായിരിക്കും നല്ലത്. അത്ര എളുപ്പമാണ് എക്സാം ഞാൻ ഒരിക്കലും പറയില്ല. ഇനി മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ. നമുക്കിവിടെ വന്നിട്ട് ദുബായിൽ വന്ന് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് UAE ഗവൺമെൻറ്റിൻ്റെ അറ്റസ്റ്റേഷൻ മസ്റ്റാണ്. സോ ഞാനിതെല്ലാം നാട്ടിൽ നിന്ന് ചെയ്തിട്ടാണ് വന്നത്. നോർക്ക വഴി അവിടെ നിന്ന് എല്ലാ അറ്റസ്റ്റേഷനും കംപ്ലീറ്റ് ആക്കിയ ശേഷമാണ് ഞാൻ ദുബായിലേക്ക് വന്നത്. അതല്ലാതെ നമുക്ക് ദുബായിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. കുറച്ച് എക്സ്പെൻസീവ് ആണെന്നല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ പക്ഷേ നാട്ടിൽ നിന്ന് എമൗണ്ട് കുറച്ച് കുറവായതുകൊണ്ട് നാട്ടിൽ നിന്ന് എല്ലാ സർട്ടിഫിക്കറ്റും അറ്റസ്റ്റേഷൻ ചെയ്തതിന് ശേഷമാണ് ഇവിടേക്ക് വന്നത്. ഈ സർട്ടിഫിക്കറ്റ് എല്ലാം അറ്റസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് നമ്മളെ കൂടെ വേണം. കൂടെ നമ്മുടെ DHA ലൈസൻസ് നമ്മളെ കയ്യിലുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്കിവിടെ നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ജോലിക്ക് അപ്ലൈ ആവുന്നത്. ഞാനന്ന് ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഇൻഡീഡ് കൂടെയും അതുപോലെ തന്നെ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ ഈ 2 ആപ്സിലൂടെയായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതല്ലാതെ നമുക്ക് ഒരുപാട് ഗവൺമെന്റ് സൈറ്റ്സ് ഉണ്ട് കേട്ടോ. ദുബായ് കരിയേഴ്സ് ഉണ്ട്. അങ്ങനെ അല്ലാതെ അപ്ലൈ ചെയ്യുന്നവർക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം.
ഞാൻ എൻ്റെ നല്ലൊരു CV ക്രിയേറ്റ് ചെയ്ത് ഇതിൽ കൂടെയാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളാരും വിചാരിക്കുന്ന പോലെ ഇന്ന് അപ്ലൈ ചെയ്താൽ നാളെ ഇന്റർവ്യൂ കോൾ വരും, ആ ഒരു കൺഫർമേഷൻ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ഭാഗ്യം അനുസരിച്ചും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ എണ്ണം അനുസരിച്ചും അവിടുത്തെ അവൈലബിലിറ്റി അനുസരിച്ചിരിക്കും നമുക്ക് ജോലി കിട്ടുന്നത്. സോ വിസിറ്റിംഗ് എടുത്ത് വന്ന് വിത്തിൻ 2 months ജോലി കിട്ടണം എന്നുള്ളത് ഒരു നിർബന്ധമില്ല. നമുക്ക് പേഷ്യൻസ് വേണം, നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് ജോലി കിട്ടുന്നത്. സോ ഇത്ര ടൈം കൊണ്ട് നമുക്ക് ജോലി കിട്ടുന്ന ഒരാളോട് നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊന്നല്ലാതെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന മറ്റൊരു മാർഗ്ഗമാണ് ഏജൻസി ത്രൂ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യാത്തതാണ് കേട്ടോ. കാരണം അവർ നമ്മളോട് ചോദിക്കുന്നത് നമ്മളെ 1 month സാലറി ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള എമൗണ്ട് ആയിരിക്കാം. സോ നമുക്ക് ഓക്കെ ഉള്ളൊരു എമൗണ്ട് ആണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് അതുവഴിയും അന്വേഷിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുമ്പം നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നമ്മളായിട്ട് അപ്ലൈ ചെയ്തായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഏജൻസി ത്രൂ പോകുന്നത് തെറ്റാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമുക്ക് പൈസ കുറച്ച് ലാഭിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഒരു തരത്തിലും നമുക്ക് ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏജൻസി ഡിപ്പെൻഡ് ചെയ്ത് തെറ്റൊന്നുമില്ല. പിന്നെ എൻ്റെ കേസിൽ എനിക്ക് കുറച്ചും കൂടെ എല്ലാ കാര്യങ്ങളും ഈസി ആയിരുന്നു. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിസിറ്റ് വിസയിലേക്ക് ഇവിടെ കയറി വന്നതിൽ പിന്നെ ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരനായിരുന്നു എൻ്റെ DHA എക്സാമിൻ്റെ എല്ലാ കാര്യങ്ങളും അപ്പോയിൻമെൻറ്റ് ഉൾപ്പെടെ എടുക്കുന്നത് പുള്ളിയാണ് എന്നെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ വന്ന് ജോലിക്ക് കയറാനും എനിക്ക് അദ്ദേഹം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ എനിക്കെല്ലാം ഹെൽപ്ഫുൾ ആയതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ നമുക്കറിയുന്ന നമ്മളെ കോൺടാക്ട്സിലുള്ള ഒരാളുണ്ടെങ്കിൽ നമുക്ക് ജോലി കണ്ടെടുത്താനൊക്കെ എളുപ്പമാണ് കേട്ടോ. സോ ഞാൻ പറയുമ്പോൾ പെട്ടെന്നൊരു വിസിറ്റിംഗ് എടുത്ത് വന്ന് ജോലിക്ക് വരിക എന്നുള്ളത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതിനുള്ളൊരു സോഴ്സ് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. പെട്ടെന്നൊരു എമൗണ്ട് കയ്യിൽ കണ്ട് വന്നിട്ട് ജോലി ഉണ്ടാക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമില്ല. സോ നമ്മൾ അതിന് പ്രീ പ്ലാൻഡ് ആയിരിക്കണം എല്ലാം കൊണ്ടും. ഞാൻ അന്ന് DHA എഴുതിയ സമയത്ത് എനിക്ക് ഓൾമോസ്റ്റ് 60,000 ആണ് മൊത്തം എക്സാം, ഡാറ്റ ഫ്ലോ എല്ലാം കൂടി ആയിട്ടുള്ളത്. ഇപ്പോഴത്തെ എമൗണ്ടും കാര്യങ്ങളും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് കോച്ചിങ്ങൊന്നും ഇല്ലാത്ത കാര്യമുണ്ടോ ഞാൻ പറഞ്ഞത്. ഡാറ്റ ഫ്ലോയും എക്സാമും എല്ലാം കൂടിയിട്ട് എനിക്ക് വന്ന എമൗണ്ട് 60,000 ആയിരുന്നു. പിന്നെ വിസിറ്റിംഗ് വിസയ്ക്ക് എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, വിസയ്ക്ക് മാത്രമാണെങ്കിൽ നാട്ടിൽ ഒരു 12,000 അത്രയും ഉണ്ടായിരുന്നു. പിന്നെ ടിക്കറ്റ് എല്ലാം കൂടി നമുക്കൊരു മൊത്തം ചിലവ് പറയുകയാണെങ്കിൽ ഒരു 1 lakhനുള്ളിൽ നമ്മളെ ചിലവ് മൊത്തം നമുക്ക് ഇവിടേക്ക് വരുന്നത് ഉൾപ്പെടെ നമുക്ക് കവറാവും. പിന്നെ അതിൻ്റെ കൂടെ ഇവിടെ താമസിക്കാനും അതിനൊക്കെയുള്ള എമൗണ്ട് നമ്മൾ വേറെ കാണണം. എത്ര ടൈം കൊണ്ട് നമുക്ക് ജോലി കിട്ടുന്നത് നമുക്കറിയില്ല. സോ അതിനൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സോഴ്സ് നമ്മൾ തയ്യാറാക്കിയിട്ട് വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നുള്ളത് ഉറപ്പാണ്, പക്ഷെ എപ്പോൾ കിട്ടുന്നത് നമുക്കറിയില്ല. സോ അതിനുള്ള പ്രിപ്പറേഷൻ നമുക്ക് വേണം, പേഷ്യൻസ് നമുക്ക് വേണം. അതനുസരിച്ചായിരിക്കും ജോലി കിട്ടുന്നത്. എന്താണെങ്കിലും ജോലി കിട്ടാതിരിക്കില്ല, കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ജോലി കിട്ടും. സോ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.